ദേശീയപാത 66 ചോര ഉണങ്ങാത്ത ഭാഗമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപാത നിർമ്മാണം നടക്കുന്ന അരൂർ മുതൽ തുറവൂർ വരെയുള്ള 13 കിലോമീറ്റർ. ഉയരപാത നിർമ്മാണം ആരംഭിച്ച് 1.5 വർഷം പിന്നിടുമ്പോൾ 40-ലേറെ മനുഷ്യജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. ഏറെയും ഇരുചക്രവാഹന യാത്രക്കാരായ യുവാക്കളാണ്. റോഡിന് വീതി കുറവായതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതുമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ശരത് എസ്.എസിന്റെ റിപ്പോർട്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപ്പാതകളിലൊന്നാണ് അരൂർ തുറവൂർ ഉയരപ്പാത. 1.5 വർഷം മുമ്പാണ് ഇതിന്റെ നിർമ്മാണ നടപടികൾ ആരംഭിച്ചത്. ഇപ്പോൾ 1.5 വർഷം പിന്നിടുമ്പോൾ ഈ ഭാഗത്ത് മരിച്ചത് 43 പേരാണ് എന്നുള്ളതാണ്. അതായത് ഈ 13 കിലോമീറ്റർ ദൂരത്തിൽ 43 ജീവനുകളാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പൊലിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ കൂടുതലും യുവാക്കളാണ്, ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകളാണ് ഈ അപകടത്തിൽ കൂടുതലും പെട്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ അപകട മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ റോഡ് കുണ്ടും കുഴിയുമായി കിടക്കുന്നു എന്നുള്ളതാണ്. അതാണ് കൂടുതലും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത്. ഒപ്പം ഹെവി വാഹനങ്ങളുടെ നിയന്ത്രണമൊക്കെ തന്നെ കർശനമായി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മീൻ ഉൾപ്പെടെയുള്ള അത്തരം കണ്ടെയ്നർ ലോറികൾ പോലും ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ നിരവധി വാഹനങ്ങൾ പോകുന്ന, നിരവധി ആളുകൾ പോകുന്ന ഈ പാതയിൽ ഒരു അപകടം അതൊരു പതിവ് സംഭവം. അതിൽ കുറെ കൂടി ജാഗ്രത അധികാരികൾ പുലർത്തണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. സ്ഥിരം സംഭവം തന്നെയാണ്. കാരണം ഈ മഴയും കൂടി വന്നപ്പോൾ ഒന്നും കൂടി അപകടങ്ങൾ കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാര ബ്ലോക്കൊന്നും അല്ല. ഈ ഹെവി വാഹനങ്ങളും അതുപോലെ ജോലിക്ക് പോകുന്ന തിരക്ക് ഒരു നല്ല ശതമാനം ആൾക്കാർ എറണാകുളത്തേക്കാണ് ഞങ്ങളുടെ ഇവിടെ നിന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും 2 വീലറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പലവർക്കും അപകടങ്ങൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതിൽ നിന്നൊക്കെ പലരും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങൾ വരെ ഉണ്ട്. പലരും കൈകാലികൾ ഒടിഞ്ഞവരെയും ചികിത്സയിൽ കിടക്കുന്ന ആൾക്കാർ വരെ ഉണ്ടെന്നുള്ള. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഈ ഹെവി വാഹനങ്ങളെ ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ആ തീരുമാനം അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇത് ചെയ്യേണ്ടത്. പിന്നെ റോഡിന്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ, ഈ കുഴികളെല്ലാം നികത്തി കഴിഞ്ഞാൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് മര്യാദക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു നിലയിൽ എത്തിച്ചു നിൽക്കുക എന്നുള്ളതും കൂടിയുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. മരിച്ചതിലേറെയും യുവാക്കളാണെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ ആ രീതിയിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുന്നതും മരണം സംഭവിക്കുന്നതുമായ ഒരു ഏരിയ ഈ അരൂർ തുറവൂർ ഉയരപ്പാത മേഖല മാറി എന്നുള്ളതാണ്. അതിന് ഉടൻ പരിഹാരം കാണണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്.എസ്. റിപ്പോർട്ടർ ആലപ്പുഴ.